ശരി. ശ്രീ രജിത് രവീന്ദ്രൻ, ഈ പഞ്ചാബിലെ 30 MLA-മാർ കോൺഗ്രസുമായി ആശയവിനിമയം നടത്തുകയാണ് എന്നാണ് അവിടെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബാജ്വ പറയുന്നത്. ഈ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തോറ്റപ്പോൾ അതിനെ പഞ്ചാബിൽ കോൺഗ്രസ് ആയുധമാക്കുകയാണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ആം ആദ്മി പാർട്ടിക്ക് തികച്ചും അനുകൂലമല്ല എന്നുള്ളത് ബോധ്യമാണ് ഡൽഹിയിലെ ഇലക്ഷനോടുകൂടി തന്നെ. സ്വാഭാവിക നിലയിൽ അങ്ങനെ ഒരു അസ്തിത്വം നഷ്ടപ്പെടുന്നു എന്ന ധാരണ പഞ്ചാബിലെ ആം ആദ്മിയുടെ നേതാക്കൾക്കുണ്ടായാൽ സ്വാഭാവിക നിലയിൽ അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ ശക്തമായ മറ്റൊരു മുന്നണിയുടെ ഭാഗമാകാൻ അവർ ശ്രമിക്കും. സ്വാഭാവികമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏകപക്ഷീയ നിലപാടിലൂടെ തന്നെയാണ് ഡൽഹിയിലെ ആം ആദ്മി കേന്ദ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്വാഭാവിക നിലയിൽ അത് പഞ്ചാബിലേക്കും ഈ ഒരു തോൽവിയുടെ മുറവിളി കൂട്ടി ഒരുപക്ഷെ പഞ്ചാബിലേക്ക് അരവിന്ദ് കെജ്രിവാൾ കടന്ന് കയറുമോ എന്നതുപോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതാണ്. സ്വാഭാവിക നിലയിൽ അവിടെയുള്ള നിലവിലെ മുഖ്യമന്ത്രിക്കും മറ്റ് നേതാക്കൾക്കുമൊക്കെ തന്നെ ആ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ സ്വാഭാവിക നിലയിൽ മറ്റ് മുന്നണിയെ അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവിക നിലയിൽ പഞ്ചാബ് പോലുള്ള സ്ഥലത്ത് കോൺഗ്രസ് ഏത് തരത്തിൽ അത് ആയുധമാക്കും എന്നുള്ളത് രാഷ്ട്രീയമായി എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമാണ്. അപ്പോൾ പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ള മേഖലയിൽ തന്നെ ആം ആദ്മിയിൽ നിന്നും പാർട്ടിയിലേക്ക് മാറി വരുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അവിടെ ചർച്ച ഉണ്ടാവും. ആ ചർച്ച നടത്തി തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കോൺഗ്രസിന്റെ പരാജയം സംഭവിച്ച സ്ഥലങ്ങളിൽ ആം ആദ്മി ചർച്ച നടത്തിയിട്ടില്ലേ? അല്ലെങ്കിൽ BJP-യിൽ നിന്ന് വരുമ്പോൾ ആം ആദ്മി ചർച്ച നടത്തിയിട്ടില്ലേ? അപ്പൊ ചർച്ച സ്വാഭാവിക നിലയിൽ അവിടെ ഉണ്ടാകും. അത് മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും മുന്നണിക്ക് മാറി ഈ ആം ആദ്മിയിൽ നിന്നും മാറി കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് സ്വാഭാവിക തലത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവിക നിലയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് മുതലാക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്തായാലും ചർച്ച നടക്കുന്നുണ്ട്. തീർച്ചയായും ചർച്ച നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ അത് പറഞ്ഞല്ലോ, ചർച്ച നടക്കുന്നുണ്ട്. സ്വാഭാവിക നിലയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ആവശ്യങ്ങൾ വരുന്നുണ്ട്. അവരെ അങ്ങോട്ട് ബന്ധപ്പെടുമ്പോൾ അവരും അതേ ആശയത്തിൽ തന്നെയാണ് തിരിച്ചും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ച നടക്കുന്നില്ല എന്ന് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇടയ്ക്ക് ചില നേതാക്കൾ പറയുകയുണ്ടായി, BJP ആണ് ഈ MLA-മാരെ വലയിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ആരോപണം ഉണ്ടായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചോദിച്ചത്. രണ്ട് തലത്തിൽ ഇപ്പോൾ BJP-യും അങ്ങനെ ഒരു സ്വാധീനം അവിടെ ചെലുത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. BJP-യും സ്വാഭാവികമായി ആ മുന്നണിയിലേക്ക് അവരെ ക്ഷണിക്കാൻ സ്വാഭാവികമായി താല്പര്യം കാണിക്കുമായിരിക്കും. ഈ പറയുന്ന മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടിയിലേക്ക് കടന്നു വരണമെന്ന് തീരുമാനിക്കുന്നത് അത്തരം ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്.